വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനെ ഹിഫ്ള് ചെയ്യണ ഒരു കുട്ടികൾക്ക് അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ ഹാഫിളീങ്ങളാക്കുകയാണ്. ഇന്നിപ്പോൾ ഒന്നായിട്ട് എവിടെ പോയി നോക്കിയാൽ ഇപ്പോൾ ഞാൻ ഒരു 8-10 ആളെ കണ്ടു. എല്ലാവരും വന്ന് ഭാര്യയ്ക്ക് വയറ്റിലുണ്ട്. അവൻ പറഞ്ഞു കുട്ടി ആൺകുട്ടിയാവണം, ഹാഫിളാകാൻ വേണ്ടി ഇത് വായിക്കുമെന്ന് പറഞ്ഞു. വേറൊരുത്തൻ കുട്ടി പ്രസവിച്ചിരിക്കണ ആൺകുട്ടിയാണ്, ഹിഫ്ള് ഉണ്ടാകാൻ വേണ്ടി ഇത് വായിക്കുമെന്ന് പറഞ്ഞു. വേറൊരുത്തൊരു കുട്ടീനെ കൊടുന്നു കണ്ട് പറഞ്ഞു ഇവനെ ഹാഫിളാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഹാഫിളാക്കണം. സംഗതി നല്ല സംഗതിയാണ് ഹിഫ്ളാക്കുന്നത്. പക്ഷേ ഈ ഹിഫ്ള് ചെയ്തതിൻ്റെ ശേഷം ആ ഹിഫ്ളുമ്മ തന്നെ നിലനിന്നും കൊണ്ടിട്ട് ഹിഫ്ള് മറക്കപ്പെടാത്ത നിലക്ക് കുട്ടികൾ ആ നിലക്ക് ഉയരാൻ കുട്ടികൾക്ക് കഴിയണം. അല്ലാഞ്ഞാൽ അത് വലിയ അപകടമാണ്. ഇപ്പോൾ ഹിഫ്ള് വേഗമാവും. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഹൃദയം വളരെ നിർമ്മലമായ ഹൃദയമാണ്. റസൂലുള്ളാഹിൻ്റെ ഹൃദയത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതി കൊടുക്കുമ്പോൾ നേരെ വന്ന് പതിച്ച ഒരു സംഗതിയാണ് ഖുർആൻ എന്ന് പറഞ്ഞത്. നബി നാവുകൊണ്ട് ഓതാൻ നിന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് പറഞ്ഞു ലാ തുഹരിക് ബിഹി ലിസാനക്ക്, നബിയെ നാവുകൊണ്ട് ഒരു പണിയെടുക്കണ്ടെന്നാ. വലാ തഅജ്ജൽ, ധൃതി കൂട്ടും വേണ്ട. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനഹു നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക. അതിനെ ഓതിത്തരേണ്ട രൂപങ്ങളെങ്ങനെ അത് ഞാൻ പഠിപ്പിച്ചു തരും, ഹൃദയത്തിൽ ഞാനത് സമ്മേളിപ്പിച്ചു തരും. നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയെ തങ്ങളെ ഹൃദയത്തിലേക്കാണ് ആ വിശുദ്ധ ഖുർആനുമായിട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ നബിൻ്റെ ഹൃദയത്തിലാണ് പതിയാണ് ആര് ഓതുമ്പോൾ, ജിബ്രീൽ ഓതുമ്പോൾ. ആ നിലക്ക് വിശുദ്ധമായ ഒരു ഹൃദയം എന്ന് റസൂലുള്ളാഹിൻ്റെ ഹൃദയം. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് അമ്പിയാക്കന്മാരുടെ ഹൃദയം. അങ്ങനെയാണ് അമ്പിയാക്കന്മാർക്കുള്ള ഫിത്രത്ത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്നാണ്. നമ്മളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ച ഒരു ഫിത്രത്ത് ഉണ്ടാവും. ആ ഫിത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും പിന്നെ അവൻ്റെ ജീവിത രീതികളൊക്കെ. അത് ചില ആളുകൾ ആ ഫിത്രത്തിനെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്ന വേറെ രൂപത്തിലാവാൻ വേണ്ടി ശ്രമിച്ചാലും ഫയസ്ബഖു ഇലൈഹിൽ കിതാബ് എന്നാണ്. ആദ്യമായും കൊണ്ട് അള്ളാഹു തീരുമാനിച്ച ആ തീരുമാനം അവനിലേക്ക് കൊണ്ടുവരും. അതനുസരിച്ചുള്ള പോക്കായിരിക്കും പിന്നെ അവൻ്റെ. അമ്പിയാക്കന്മാരിൽ അള്ളാഹു നിക്ഷേപിക്കണം ഫിത്രത്ത് വളരെ വിശുദ്ധമായ ഒരു ഫിത്രത്താണ്. അതാണ് വസിൻഫുൻ മഫ്തൂറുൻ അലൽ ഇൻസിലാഖി മിനൽ ഖാദുറാത്തിൽ ബശരിയ്യ ബിൽ കുല്ലിയ. പൂർണ്ണമായിട്ടും മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള സർവ്വവൃത്തികേടുകളിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട വിശുദ്ധമായ ഒരു ഫിത്രത്തായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് തെറ്റുണ്ടാവില്ല എന്നല്ല, തെറ്റുണ്ടാവാൻ പാടില്ല. തെറ്റിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന നിലക്കുള്ളതായ ഒരു സ്വഭാവ ഗുണങ്ങൾ ഒരു ഫിത്രത്തല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. തെറ്റ് ചെയ്യണം എന്നുള്ള ഒരു വാസന വന്നാലും തെറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന്. ആ നിലക്ക് വിശുദ്ധമായ ഫിത്രത്ത്, ആ ഫിത്രത്ത് റസൂലുള്ളാഹിയിൽ ഉണ്ടായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഹൃദയത്തിലേക്ക് നസല ബി റൂഹുൽ അമീൻ എന്നതുപോലെ നമ്മളെ ഈ കുട്ടികൾ വളരെ വിശുദ്ധന്മാരാവുന്ന നിർമ്മലരായ ഹൃദയമാണ് അവരുടെ ഹൃദയം. അവരൊരു തെറ്റും ചെയ്യാത്ത, അവർ ബുലൂഗാകുന്ന വരെ അവർ മുക്കല്ലഫീങ്ങളല്ലാത്തതുകൊണ്ട് വളരെ വിശുദ്ധന്മാരാവുന്ന കുട്ടികളാണ് ഈ കുട്ടികൾ. ഇവരെ ഹൃദയത്തിലേക്ക് ആ ഖുർആൻ ഇറങ്ങി വരും. ഇറങ്ങാൻ പറ്റുന്ന ഹൃദയമാണ് ഈ കുട്ടികൾക്കുള്ള ഹൃദയം. പക്ഷേ അങ്ങനെ ഈ കുട്ടികളെ നമ്മൾ ഹിഫ്ള് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഹിഫ്ള് എന്താവണം എന്നറിയോ? അവർ മരണം വരെ നിലനിൽക്കുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ നോമ്പിന്, ഈ നോമ്പല്ല അതിൻ്റെ മുമ്പത്തെ നോമ്പിന് അബുദാബി ഗവൺമെൻറ് ക്ഷണം അനുസരിച്ച് ഒരു 20 ദിവസം അവർ നിശ്ചയിച്ച സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ അന്ന് അബുദാബിയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അറിയണ ഒരുപാട് ഹാഫിളീങ്ങളായ കുട്ടികളുണ്ട് ഇവിടുന്ന് ഹിഫ്ളായിപ്പോയ. അപ്പം ഞാൻ അവിടുന്ന് പലരെയും കണ്ട് ചോദിച്ചപ്പോൾ എന്താ എനിക്ക് പണിയെന്ന് ചോദിച്ചപ്പോൾ ഒരുത്തൻ പറഞ്ഞു വർക്ക് ഷാപ്പിലാണ്, ഒരുത്തൻ പറഞ്ഞു ഞാനൊരു സൂപ്പർ മാർക്കറ്റ്, വേറൊരുത്തൻ പറഞ്ഞു ഒരു ഓഫീസിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഹിഫ്ളൊക്കെ ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അത് മറപ്പിക്കപ്പെട്ടു ചില ഭാഗങ്ങളൊക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മറപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഹിഫ്ള് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ ഈ കുട്ടികൾ ഹിഫ്ള് കഴിഞ്ഞതിൻ്റെ ശേഷം അവർ ഈ രംഗത്ത് തന്നെ പിടിച്ചു നിന്നും കൊണ്ടിട്ട്, ഇപ്പം ഞാനൊരു സംഭവം പറയാം. ഒരിക്കൽ ഞങ്ങളുടെ നാടിൻ്റെ അടുത്തുള്ള ഒരു കാക്ക, അയാളെ 2 കുട്ടികളെ എൻ്റെ അടുത്ത് വന്നു. എന്നോട് പറഞ്ഞു തങ്ങളെ ഇവരൊന്ന് മന്ത്രിച്ചു പോകണം. അപ്പോൾ എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അത്ഭുതം തന്നെ, ഇയാൾ ദീനായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ആളാണ്. അതുമല്ല സർവ്വസമയത്തും ബോധം ഉണ്ടാവില്ല മൂപ്പർക്ക്. അപ്പം ഞാൻ ചോദിച്ചു എന്തിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഇവരെ ഹിഫ്ളാക്കാൻ തീരുമാനിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അതിപ്പോൾ എന്തിനാ അങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു. അല്ല, ഇവരെ തന്താരെ അവിടെ ഗൾഫിലാണുള്ളത്, തങ്ങളെ അവർ വിളിച്ച് പറഞ്ഞിരിക്കണം ഹിഫ്ളാക്കിയാൽ മതി, എന്നാൽ ഇവിടെ പണി കിട്ടുമെന്ന് പറഞ്ഞിരിക്കണമെന്ന്. അപ്പോൾ ഹിഫ്ളാക്കിയാൽ പണി കിട്ടും. മനസ്സിലായേ? ദുന്യവിയാവുന്ന ഏതെങ്കിലും ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടിട്ട് നമ്മൾ ഈ ഇൽമിനെ പഠിച്ചിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു നിലക്കുള്ളതായ ഒരു ഗുണം ഉണ്ടാവില്ല. മഹാനാവുന്ന ഇമാം നവവി തങ്ങൾ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി,
ഇഅ്ലം അന്നമാ ദക്കർനാഹു മിനൽ ഫളിലി ഫീ ത്വലബിൽ ഇൽമി ഫഇന്നമാ ഹുവ ഫീ മൻ ത്വലബഹു മുരീദൻ ബിഹി വജ്ഹല്ലാഹ്. അള്ളാഹിൻ്റെ വജുഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇൽമിനെയും ഖുർആനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാലേ ഹാഫിദിന് ഇന്ന ഗുണമുണ്ട്, മുത്തഅല്ലിമിന് ഇന്ന ഗുണം. നമ്മൾ പറയില്ലേ, മുത്തഅല്ലിം ഒരു നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള എല്ലാവർക്കും അതുകൊണ്ട് ഗുണമായി. മലായികത്ത് തസ്ബീഹല്ലും, മലക്കുകൾ പിന്നെ മത്സ്യം തസ്ബീഹല്ലും, ചെടികൾ തസ്ബീഹല്ലും എന്നൊക്കെ പറയണമെങ്കിൽ മുത്തഅല്ലിം ആരാവണം? അള്ളാഹിൻ്റെ വജുഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇൽമിനെ പഠിക്കാൻ വേണ്ടി വരണം. ലാലി വർളിമിൻ ഔറാദി ദുന്യവിയാവുന്ന ഏതെങ്കിലും ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് വന്നിക്കുകയാണെങ്കിൽ അവനെ ആ മുത്തഅല്ലിം എന്ന് പറഞ്ഞ രൂപത്തിൽ ഓമ്പെടൂല. എന്നതുപോലെ തന്നെ ഹിഫ്ദിന് വരുന്നവരും. അപ്പോൾ എന്നോട് ഈ തന്ത വന്ന് പറയാണ്, എൻ്റെ മക്കളെയൊക്കെ ഏതായാലും മോശമായിപ്പോയി, അപ്പോൾ അവരെ മാതിരിക്കും ആവില്ലല്ലോ ഹിഫ്ദ് പഠിച്ചാൽ, അല്ല പള്ളിക്ക് ജോലി കിട്ടിക്കോളും, അപ്പോൾ അതുകൊണ്ട് വേഗം ജോലി കിട്ടും എന്നാണ് പറയണത്. അവിടെ ഇവിടെ അല്ല, ഇവിടുത്തെ ജോലിക്ക് വിൽക്കൂല. കാരണം കൊണ്ട് അപ്പോൾ ഇവിടെ ശമ്പളം കുറയുമല്ലോ, അപ്പോൾ അവിടെ ശമ്പളം കൂടുതൽ കിട്ടുവച്ചിട്ട് അവിടെ വേഗം ജോലി കിട്ടും എന്നതുകൊണ്ടിട്ട് നിങ്ങളൊന്ന് മന്ദിരിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഹിഫ്ദാക്കാൻ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉദ്ദേശത്തോടൊന്നും കൂടി ആരും കുട്ടികളെ കൊടുന്നാക്കരുത്. നല്ല ഉദ്ദേശം വെച്ച് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വിശുദ്ധമാവുന്നതായ കലാമാണ്. ഈ കലാമിനെ ഹിഫ്ദ് ചെയ്യുക, അത് നല്ല സംഗതി തന്നെയാണ്. അത് നമ്മൾ ഒരു യാതൊരു നിലക്കുള്ള ഹിഫ്ദ് ചെയ്ത് അതിൻ്റെ ശേഷം ആ ഹിഫ്ദുമ്മ തന്നെ നിലനിന്നും കൊണ്ടിട്ട് ആ കുട്ടികളിൽ നിന്ന് ആ ഹിഫ്ദിനെ മറപ്പിക്കപ്പെടാത്ത നിലക്ക് ആ നിലക്കുള്ളതായ ഒരവസ്ഥ ഈ കുട്ടികളിൽ ഉണ്ടാവണം. ആ നിലക്കുള്ള വിശുദ്ധിയും ഈ കുട്ടികൾക്ക് ഉണ്ടാക്കണം. മഹാന്മാരാവുന്ന ഒരു അല്ലാഹുവിൻ്റെ മഹാന്മാരിൽപ്പെട്ട വലിയൊരു മഹാൻ, അയാളൊരു ശിഷ്യൻ അയാളോട് ഒരിക്കൽ വന്ന് പറഞ്ഞു, ഇന്നി റഅയ്തു, ഞാൻ കണ്ട സാധനം പറഞ്ഞില്ല, ഞാൻ എന്നാൽ ഒന്നിനെ കണ്ടപ്പോൾ ആ സാധനത്തിൽ ഞാൻ ആകർഷനായി എന്ന് പറഞ്ഞു. അത് കണ്ട് ആകർഷനാവാൻ പറ്റാത്തൊരു സംഗതിയാണ് കണ്ടിട്ടുണ്ടത്. അപ്പോൾ അയാൾ എന്തോ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തെറ്റാവുന്ന ഒരു മഅസിയത്ത് വരുന്നതായ ഒരു സാധനം കണ്ടപ്പോൾ അതിൽ അയാൾ ആകർഷനായി എന്ന് ഉസ്താദിനോട് എന്ന് പറഞ്ഞു. ഉസ്താദ് അയാളോട് പറഞ്ഞു, സതറാ റിബ്ബഹു, എടാ അതിൻ്റെ നാശം പിന്നെ നീ കാണും. സതറാ റിബ്ബഹു, അതിൻ്റെ നാശം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഖുർആൻ ഹിഫ്ളാക്കിയ ആളെ എന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഫനുസിയൽ ഖുർആനെ മറപ്പിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഖുർആൻ പഠിച്ച് കുട്ടികൾ ഇങ്ങനെ വലുതായി ഒരു ബുലൗലേക്ക് എത്തുന്ന കാലമാണ്. എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ മുക്കല്ലഫീങ്ങളായി തീർന്നു. അപ്പോൾ ഖുർആൻ മറപ്പിക്കപ്പെടുന്ന നിലക്കുള്ളതായ പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ അതിമ തന്നെ നിലകൃതിയായി പോവുകയും അതിനാവശ്യമാവുന്നതായ നിലക്കുള്ള തഖ്വയും മറ്റൊക്കെ ഉണ്ടാക്കുന്ന ഉലൂമുകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ ഹാഫിദീങ്ങളാക്കുക, അതോടുകൂടി വലിയ ആലിമീങ്ങളും ഒക്കെ ദീനിന് ഉപകരിക്കുന്നതായ ആ നിലക്കുള്ളൊരു സംവിധാനത്തിൽ നിങ്ങളെ ഹിഫ്ദ് കോളേജിൽ നിന്നല്ല, എല്ലാ ഹിഫ്ദ് കോളേജും അങ്ങനെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയണത്. ഞാൻ മറ്റേ ഇവിടെ കാഞ്ഞാറിൽ ഇവിടെ ഈ കബീർ താരിമിൻ്റെ ബാക്കവിൻ്റെ പള്ളി ഉദ്ഘാടനത്തിന് പോയി. അവിടെ കുട്ടികൾക്ക് ശരിയാത്ത് കോളേജിൽ ഇതേമാതിരി ദർസ് ചൊല്ലി കൊടുക്കാൻ പറഞ്ഞു. ഹിഫ്ദ് കോളേജിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്നും പറഞ്ഞത് ഇതാണ്, ഹിഫ്ദ് ഉണ്ടാക്കട്ടെ, ശരിയാത്തൊക്കെ ഉണ്ടാക്കിയാലും തഖ്വയിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ളതായ ഇൽമുകൾ പഠിപ്പിച്ച് ആ മുത്തഖീങ്ങളാവുന്നതായ ഉഖ്റവിയായ ആലിമീങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. ആ നിലക്ക് ഇവിടെ വരുന്ന ഈ കുട്ടികളെയും നമ്മൾ ആ നിലക്ക് ശ്രദ്ധിച്ചുകൊണ്ടിട്ട് അവർ ഹിഫ്ദ് ആക്കിക്കഴിഞ്ഞാൽ ആ ഹിഫ്ദിനെ തുറന്നും കൊണ്ടിട്ട് ദീനിയായ ഉലൂമുകൾ അവർക്ക് പഠിപ്പിച്ച് എന്നും ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെടുന്നതായ ഒരു രൂപം, ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് ഇവിടെ കൂടിയ ഇതിൻ്റെ കമ്മിറ്റിക്കാരോടും ഇതിനോട് ബന്ധപ്പെട്ട ഉസ്താദന്മാരോടും നാട്ടുകാരോടൊക്കെ പറയാനുള്ളത്.